നിയമസഭയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഭരണപക്ഷം ഡെസ്കിലടിച്ച് ആവേശം പ്രകടിപ്പിക്കുന്നുണ്ടാകാം. ആശാവർക്കർമാർക്ക് 1000 രൂപ കൂട്ടി നൽകിയതും കന്യാസ്ത്രീകൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ചതും കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടവുമെല്ലാം വലിയ വിപ്ലവമായി അവർ കൊട്ടിയാഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രഖ്യാപനങ്ങളുടെ മനോഹരമായ പുകമറയ്ക്കപ്പുറം കേരളം നേരിടുന്ന ഭീകരമായ വികസന മുരടിപ്പിനെ പച്ചയായി തുറന്നു കാട്ടുകയാണ് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെയും ഒരേ സമയം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് കെ.സി. ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇന്ന് കേരളത്തിന്റെ പൊതുമനസാക്ഷി ചോദിക്കാൻ ആഗ്രഹിക്കുന്നവയാണ്. എവിടെ നിന്നാണ് വികസനം തുടങ്ങേണ്ടത് എന്ന് നിങ്ങൾക്കറിയാമോ? കെ.സി. വേണുഗോപാലിന്റെ ഈ ഒരൊറ്റ ചോദ്യത്തിൽ തകർന്നു വീഴുന്നത് പിണറായി സർക്കാരിന്റെ PR അഭ്യാസങ്ങളാണ്. ഒരു നാടിന്റെ വികസനം തുടങ്ങേണ്ടത് അവിടുത്തെ ഭരണ സംവിധാനം ജനങ്ങളെ സഹായിക്കാൻ സന്നദ്ധമാകുമ്പോഴാണ്. എന്നാൽ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? വികസനത്തിന് ഏറ്റവും വലിയ ശത്രു ഇവിടുത്തെ ഭരണ സംവിധാനം തന്നെയാണ് എന്ന് കെ.സി. അടിവരയിട്ട് പറയുന്നുണ്ട്. സംരംഭകരെ ശത്രുക്കളായി കാണുന്ന ഓരോ ഫയലിലും കുരുക്കിടുന്ന ഉദ്യോഗസ്ഥ മേധാവിത്വവും അതിന് കുടപിടിക്കുന്ന ഭരണ നേതൃത്വവും കേരളത്തെ പിന്നോട്ട് വലിക്കുകയാണ്. എങ്ങോട്ടാണ് വികസനം എത്തേണ്ടതെന്നോ ആരുടെ കൈകളിലൂടെയാണ് അത് നടപ്പിലാക്കേണ്ടതെന്നോ ഉള്ള സാമാന്യ ബോധം പോലും മുഖ്യമന്ത്രിക്കോ മരുമകനോ ഇല്ലെന്നുള്ള വിമർശനം വെറുമൊരു രാഷ്ട്രീയ ആരോപണമല്ല, മറിച്ച് ഈ നാട് നേരിടുന്ന പച്ചയായ യാഥാർത്ഥ്യം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ ലോകമെമ്പാടും പരസ്യം ചെയ്യുമ്പോൾ നമ്മുടെ ടൂറിസം മന്ത്രി ആകെ കണ്ടുവച്ചിരിക്കുന്നത് മൂന്നാറും തേക്കടിയും കോവളവുമാണ്. ഈ 3 സ്ഥലങ്ങൾക്കപ്പുറം കേരളത്തിൽ ടൂറിസം സാധ്യതകളില്ലേ എന്ന് കെ.സി. വേണുഗോപാൽ ചോദിക്കുമ്പോൾ മന്ത്രി റിയാസിന് മറുപടിയില്ല. കേരളത്തിലെ ടൂറിസം മേഖലയുടെ നട്ടെല്ലാവേണ്ട ഹോം സ്റ്റേ സംരംഭങ്ങളെ ഈ സർക്കാർ എങ്ങനെയൊക്കെയാണ് ദ്രോഹിക്കുന്നത്? ഹോം സ്റ്റേകൾക്ക് നൽകേണ്ട ലൈസൻസുകൾ വൈകിപ്പിച്ചും അനാവശ്യ നികുതികൾ അടിച്ചേൽപ്പിച്ചും സാധാരണക്കാരായ സംരംഭകരെ നിങ്ങൾ ആത്മഹത്യയുടെ വക്കിലെത്തിക്കുകയല്ലേ? വിദേശ സഞ്ചാരികൾ ഗ്രാമീണ കേരളത്തിന്റെ ഭംഗി കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ തയ്യാറായ ഹോം സ്റ്റേ ഉടമകളെ സഹായിക്കുന്നതിന് പകരം അവരെ പിഴിഞ്ഞു ജീവിക്കുന്ന നയമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. ഹോം സ്റ്റേകൾ നൽകുന്ന വരുമാനത്തെക്കുറിച്ചോ അതുവഴി സൃഷ്ടിക്കപ്പെടുന്ന പ്രാദേശിക തൊഴിൽ അവസരങ്ങളെക്കുറിച്ചോ ചിന്തിക്കാൻ പോലും ഈ വികസന നായകന്മാർക്ക് സമയമില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന ബജറ്റുകൾ വെറും മക്കക്കളി മാത്രമാണ്. കഴിഞ്ഞ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ എത്രയെണ്ണം നടപ്പിലായി? ഖജനാവ് കാലിയാണെന്ന വിലാപം ഒരു വശത്ത്, മറുവശത്ത് ആഡംബരത്തിനും PR വർക്കിനും വേണ്ടി കോടികൾ ഒഴുക്കുന്നു. സാധാരണക്കാരന്റെ പോക്കറ്റടിക്കുന്ന നികുതി വർധനവുകൾ നടപ്പിലാക്കുമ്പോഴും ഈ നാടിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ട ദീർഘവീക്ഷണമില്ലാത്ത ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കെ.സി. വേണുഗോപാൽ ഉയർത്തിക്കാട്ടുന്ന ഈ വസ്തുതകൾ കേരളത്തിലെ യുവജനങ്ങളെയും സംരംഭകരെയും സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് നൽകുന്നത്. വികസനത്തിന്റെ പേരിൽ കോടികളുടെ അഴിമതി നടത്തുമ്പോൾ യഥാർത്ഥ ഗുണഭോക്താക്കളായ ജനങ്ങൾ പുറന്തള്ളപ്പെടുകയാണ്. മുഖ്യമന്ത്രിയും മരുമകനും ചേർന്ന് നടത്തുന്ന ഈ വികസന നാടകം കേരളം തിരിച്ചറിയുന്നുണ്ട്. വികസനം കേവലം ഫ്ലെക്സ് ബോർഡുകളിലും പത്രപരസ്യങ്ങളിലും ഒതുങ്ങേണ്ട ഒന്നല്ല. അത് സാധാരണക്കാരന്റെ അടുക്കളയിൽ അനുഭവപ്പെടണം, യുവാക്കൾക്ക് തൊഴിലായി മാറണം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ഭരണ സംവിധാനം തന്നെ വികസനത്തിന് തടസ്സമാകുന്ന വിചിത്രമായ അവസ്ഥ. കെ.സി. വേണുഗോപാലിന്റെ വാക്കുകൾ സർക്കാരിന്റെ നെഞ്ചിലേക്കാണ് തുളച്ചു കയറുന്നത്. മുഖ്യമന്ത്രിയുടെ മൗനവും ടൂറിസം മന്ത്രിയുടെ PR പ്രകടനങ്ങളും കൊണ്ട് മറച്ചുപിടിക്കാൻ കഴിയാത്ത അത്ര വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കേരളം നീങ്ങുന്നത്. കേരളത്തിന്റെ വികസനത്തെ കൊല്ലുന്ന ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വികസനത്തിന്റെ വഴി ഏതാണെന്ന് അറിയാത്തവർ ഭരണം ഒഴിയുന്നതാണ് ഈ നാടിന് നല്ലത്.